കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ദിവസങ്ങളുടെ മാത്രം ഇടവേളയിൽ ഏരൂരിൽ വീണ്ടും കവർച്ച. വീട്ടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 11 ഗ്രാമോളം തൂക്കം വരുന്ന താലിമാലയും 40,000 രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത്. പഴയരൂർ ചരുവിള പുത്തൻ വീട്ടിൽ വിജയൻ, കാർത്തിക ദമ്പതികളുടെ വീട്ടിലാണ് ഞായറാഴ്ച കവർച്ച നടന്നത്. വൈകിട്ട് 5:30 വിജയൻ പഴയരൂരിലെ കടയിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് കാർത്തിക കുളിക്കുന്നതിനായി പോയിരുന്നു. പിന്നീട് 7 മണിയോടെ വീട്ടിലെ റൂമിനുള്ളിൽ കാലിൽ പുരട്ടുന്ന എണ്ണ എടുക്കുന്നതിനായി കയറിയപ്പോഴാണ് അലമാര തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. പരിശോധനയിൽ അലമാരയിലെ ചെറിയ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 10 ഗ്രാം മാലയും 1 ഗ്രാമോളം വരുന്ന താലിയും കാണുന്നില്ല എന്ന് മനസ്സിലാക്കുകയായിരുന്നു. കൂടുതൽ പരിശോധനയിൽ റബ്ബർ ഷീറ്റ് വിൽപ്പന നടത്തിയ 40,000 രൂപയും കാണാനില്ലെന്ന് കൂടി കണ്ടെത്തുകയായിരുന്നു. ഇതോടെ മകൻ ഉൾപ്പെടെയുള്ളവരെ കാർത്തിക വിവരം അറിയിച്ചു. ഈ എണ്ണ എടുക്കാനെ കൊണ്ട് ആ റൂമിലോട്ട് പോകും. അതിരിക്കുകയായിരുന്നു. പോകുമ്പം അലമാരി തുറന്നു കിടക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് ഇത് അലമാരി തുറന്നിട്ട് ആരാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ അതിനകത്തൊരു കവറിനകത്ത് ഒരു ഷർട്ടും കയ്യിലും കൊണ്ടിട്ടുണ്ട്. അത് തറയിൽ കിടക്കുന്നു. അങ്ങനെ ഞാൻ ഇതെടുത്ത് അതിനകത്ത് വെക്കാൻ അങ്ങോട്ട് പോയപ്പോൾ ഇല്ല, കൊച്ചും മുറി ഞാൻ പൂട്ടി താക്കോലൊരു ഷർട്ടിൻ്റെ പകലിട്ടേക്ക് വരുന്നു. അത് തുറന്നു കിടക്കുന്നു. അങ്ങനെ ഞാൻ നോക്കുമ്പം അതിനകത്തൊരു പേഴ്സിനകത്ത് ഈ മാല, ഒരു സ്വർണ്ണ ഡപ്പിയുണ്ട്, അതിനകത്തിട്ട് അടച്ചിട്ട് ഒരു പേഴ്സിനകത്ത് വെച്ച് പേഴ്സ് പൂട്ടി ആ കൊച്ചുമുറിക്ക് അത്തം കൊച്ചുണ്ട്. ഇല്ല, പൈസ ഇരുന്നതും ആ പേഴ്സിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അത് പതിവ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് തുറന്ന് കിടക്കുന്നുണ്ട് നോക്കിയപ്പോൾ ഇത് പൈസയും ഇല്ല, സ്വർണ്ണവും ഇല്ല. അത് തുറന്ന് കിടക്കും. പിന്നെ അടച്ചില്ല. സ്വർണ്ണം 10 ഗ്രാം, 1 ഗ്രാം താലി, പിന്നെ പറയുന്നത് പൈസ 40 രൂപ, 40,000 രൂപ. 15 റബ്ബർ ഉണ്ടായിരുന്നു, അത് കൊടുത്ത പൈസയായിരുന്നു. എനിക്ക് ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ ഒരു 7:45 ഇങ്ങോട്ട് കയറി വരാനായിട്ട് നമ്മുടെ പഴയൊരു പാലത്തിൻ്റെ അവിടെ വരുമ്പോഴാണ് ഈ സംഭവം. എൻ്റെ വൈഫ് എന്നെ ഫോൺ ചെയ്ത് പറയാനേ ഇന്നപോലെ ഇവിടെ കള്ളൻ കയറിയെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. ഇന്നലെ ചോദിച്ചപ്പോൾ ഇന്നുമല്ല, ഇന്ന മാലയും പൈസയും പോയെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കൊരു 5:30-6 മണി സമയത്ത് ഒരു 2 പേര് ഈ റോഡിൽ നടന്നു പോയതായിട്ട് അനിയൻ്റെ വൈഫ് കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ മുഖമൊന്നും വ്യക്തമായിട്ടില്ല. പിന്നെ അവർ അങ്ങോട്ട് പോയതായിട്ടാണ് നമ്മൾ അറിഞ്ഞു. പ്രത്യേകിച്ച് വേറെ ആരും ഇവിടെ അങ്ങനെ കയറി വരികയോ അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. അതായത് ഇനി അറിയാവുന്ന ആരെങ്കിലും പലരും വന്ന് നോക്കി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ കറക്റ്റൊന്നും പറയാനും പറ്റുന്നില്ല. പൊതുപ്രവർത്തകരും പ്രദേശവാസികളും സ്ഥലത്തെത്തി വിവരം ഏരൂർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ ഏരൂർ പോലീസ് പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഇന്ന് വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിക്കും. വൈകിട്ട് ഏകദേശം 6 മണിയോടെ 2 പേർ അതുവഴി കടന്നു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടെന്ന് നാട്ടുകാരിൽ ചിലർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസുകാർ പരിശോധിച്ചു വരികയാണ്. നാട്ടുവാർത്ത, ഏരൂർ.